നമസ്കാരം മാഷെ. നമസ്കാരം മാഷെ, സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് വ്യാജേന മറ്റു ചില ലക്ഷ്യങ്ങളുമായി പതുങ്ങി നടക്കുന്ന സമാധാനപ്രിയനായ നമ്മുടെ ട്രംപ് ഇപ്പോൾ ഒരു വലിയ ഈജിപ്തിൽ വെച്ച് വലിയ ഒരു സമാധാന ഉടമ്പടിക്ക് സാക്ഷ്യം വഹിച്ചു നമ്മളെല്ലാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സമാധാനം ഉടനെയൊന്നും ഗാസയിൽ ഉണ്ടാവുന്ന ലക്ഷണമൊന്നുമില്ല. റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. മാഷ് ഈ വേദിയിൽ തന്നെ പറഞ്ഞതുപോലെ, ഈ ഫ്ലോറിൽ പറഞ്ഞതുപോലെ, ഈ സമാധാനം ഒരു തുടർക്കഥ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞതുപോലെ വീണ്ടും ഉക്രൈനിലേക്ക് താൻ തിരിയുന്നു എന്നൊക്കെ വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് അതിന് തൊട്ട് പുറകെ ഒരു ബാലസ്റ്റിക് മിസൈൽ, ഇന്റർകോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈൽ ഉക്രൈൻ അയച്ചുകൊണ്ട് റഷ്യക്ക് നേരെ പോർമുന തുറക്കാൻ ഒരുങ്ങുന്നു. ടോമാഹാക്ക് മിസൈൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ചങ്ങാതി എന്ത് വിചാരിച്ചുകൊണ്ടാണ്? അത് അദ്ദേഹം എന്താണെന്ന് ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇദ്ദേഹം സമാധാനത്തിൻ്റെ ദൂതനായിട്ട് ലോകം മുഴുവൻ പറന്നു കിടന്നിട്ട് മാലാഖയെ പോലെ സഞ്ചരിച്ചിട്ട് നോബൽ പ്രൈസ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു കയ്യിൽ സമാധാന പുസ്തകവും മറു കയ്യിൽ മിസൈലും, രണ്ടുമാണ്. കറക്റ്റാണ്. ഒന്ന് ഒരു കയ്യിൽ വെള്ളരിപ്രാവും അല്ലെങ്കിൽ ഒരു കയ്യിൽ ഒലീവിലയും മറ്റേ കയ്യിൽ മിസൈലും എന്ന് പറഞ്ഞില്ലേ, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീകം. അപ്പോൾ അതായത് സൃഷ്ടിയും സംഹാരവും ചെയ്യുന്ന ഒരാൾ, നിർമ്മിക്കുന്നതും ഭവാൻ, നശിപ്പിക്കുന്നതും തകർക്കുന്നതും ഭവാൻ എന്ന് പറഞ്ഞില്ലേ, അതേ സംഗതിയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന. ഈ സമയത്ത് അദ്ദേഹത്തിന് ചില അജണ്ടകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അജണ്ട വളരെ കൃത്യമായിട്ടുള്ള ചില കച്ചവടമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഹോക്കായിരിക്കാണ് സാധ്യത. HAWLK ആണ്. ഹോക്ക് എന്ന് വെച്ചാൽ കഴുകനാണ്. അപ്പോൾ ഇതൊരു കഴുകൻ ബോംബാണിത്. അതിന് പണ്ട് ഇപ്പോൾ ഒരു ടിലാം എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ടൊമോഹോക്ക് ലാൻഡ് അറ്റാക്ക് മിസൈൽ എന്തോ മറ്റോ ടിലാം എന്നൊരു ചുരുക്കപ്പേരുണ്ടായിരുന്നു, ടിലാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് നേരത്തെ അമേരിക്ക ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. മാത്രമല്ല അതിൻ്റെ ഉപയോഗത്തിനെതിരായി അന്താരാഷ്ട്ര ധാരണ ഉണ്ടായതാണ്. അമേരിക്കയുടെ സ്വന്തം സാധനമാണ്. അമേരിക്ക ആണ് ഇത്. അമേരിക്കൻ കപ്പലുകളിലും മുങ്ങിക്കപ്പലുകളുമാണ് ഇത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക. അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നടുക്കടൽ പോയിരുന്നിട്ട് ഏതാണ്ട് 2500 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ഇത് തൊടുത്തുവിടാൻ പറ്റും. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ദീർഘദൂര മിസൈൽ എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കുക. നിങ്ങളിത് മഞ്ഞുമലയിൽ ഉപയോഗിക്കുക, കടുത്ത ചൂടിൽ ഉപയോഗിക്കുക. കാലാവസ്ഥാ ഭേദമാണ്, അതീതമാണ്. കാലാവസ്ഥക്ക് അതീതമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വേറൊന്നല്ല, ജെറ്റ് എഞ്ചിനാണ്. ജെറ്റ് എഞ്ചിന് അതിൻ്റെ എവിടെ വെച്ചും പവർഫുള്ളാണ്. എവിടെ വെച്ചും കത്തിക്കാം, എവിടെ നിന്നും തൊടുത്തുവിടാം. പ്രത്യേക കേന്ദ്രം വേണ്ട, അതിന് സ്റ്റേഷനൊന്നും വേണ്ട. സാധാരണ തൊടുത്തുവിടാറുള്ളത് ഇത് കപ്പലിൻ്റെ ഡെക്കിൽ നിന്നാണ്. അതുപോലെ മുങ്ങിക്കപ്പലുകൾക്കകത്ത് നിന്ന് തൊടുത്തുവിടാം, കടലിന്റെ അടിയിൽ നിന്ന് തൊടുത്തുവിടാം. അങ്ങനെയൊക്കെയുള്ള മാരകമായ സാധ്യതകളുള്ള ഒരു സാധനമാണ് ഇത്. ഇവർ നേരത്തെ തന്നെ തുടങ്ങി. നേവിക്കാണ് ഇത് കൊടുക്കുക. അമേരിക്കൻ എയർഫോഴ്സാണ് ഇത് നിർമ്മിച്ചത്. പക്ഷെ കൊടുക്കുന്നത് നേവികൾക്കാണ്. ഇപ്പം നേവിക്ക് ഇവർ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സഖ്യരാജ്യങ്ങളിൽ ചിലർക്ക് നേരത്തെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ലോകം ഇടപെട്ടത്. നിർത്തിക്കോ, ഈ പണി നല്ലതല്ല. കാര്യം എന്ന് വെച്ചാൽ ഓസ്ട്രേലിയക്ക് കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ കയ്യിൽ ഈ സാധനം ഉണ്ട്, നേരത്തെ ഉണ്ട്. വേറൊന്ന്, ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം, യൂറോപ്പിലെ തന്നെ ഒരു രാജ്യത്തിന് ഇത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. നെതർലാൻഡ്സിന്, ഹോളണ്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെതർലാൻഡ്സിന് കൊടുക്കുമ്പോൾ തന്നെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞതാണ് ഇത് അപകടമാണ്. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന ആലോചിച്ച് നോക്കും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ റഷ്യയെ യൂറോപ്യൻ യൂണിയനും ഭയപ്പെടുന്നൊരു സമയമാണ്. നെതർലാൻഡ്സിന്റെ കയ്യിൽ ഇത് ആൾറെഡി ഉണ്ട്, പോളണ്ടിന്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് റഷ്യയുടെ കൊടിയ ശത്രുവായി റഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉക്രൈനിലേക്ക് ഇത് കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. അതിൽ രസം എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ, അതാണ് ഭീഷണിയാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞതാണല്ലോ. ഇദ്ദേഹം യുദ്ധം നിർത്തണം എന്ന് ലോകം മുഴുവൻ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ 7 ലക്ഷം സൈനികരെ റഷ്യ കൊണ്ടുപോയി വിന്യസിച്ചത്. റഷ്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡു ഓർ ഡൈ. ഇത് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒന്നുകിൽ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന, ഞങ്ങൾക്ക് ആവശ്യമുള്ള, ഞങ്ങളോടൊപ്പം ചേരണമെന്ന് ഉക്രൈനകത്ത് ആഗ്രഹിക്കുന്ന ക്രീമിയ പ്രദേശം ഞങ്ങളോട് അറ്റാച്ച് ചെയ്യണം, അത് തീരും. അപ്പോൾ അത് സമ്മതിക്കാത്തത് ഇപ്പോൾ അമേരിക്കയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കിക്ക് പോലും ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ട്. വ്ളാദിമിർ സെലൻസ്കി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൊടുത്ത് അവസാനിപ്പിക്കാം, അവർക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ. പക്ഷേ അമേരിക്ക സമ്മതിക്കുന്നില്ല. അമേരിക്ക എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാറ്റോ സഖ്യത്തെ കൊണ്ട് ഇത് അമേരിക്കക്കുള്ളൊരു ഗുണം എന്താണെന്നറിയോ? അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമേരിക്ക പറഞ്ഞ കൂട്ടത്തിൽ ഇത് ഞാൻ നേരിട്ടല്ല കേട്ടോ കൊടുക്കുന്നത്, അവിടെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ജാമ്യം എടുക്കുകയാണ്.
ഞാൻ ഈ ടീലാം മിസൈൽ അല്ലെങ്കിൽ എന്താ പറയുക ടോമാഹോക്ക് മിസൈൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കും. പക്ഷേ കൊടുക്കുന്നത് ഞാനായിരിക്കില്ല, നാറ്റോ രാജ്യങ്ങൾ മുഖേന കൊടുക്കും. അതെന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടോ? നാറ്റോ രാജ്യങ്ങളാണ് കൊടുക്കുന്നത് എന്ന് റഷ്യക്കൊരു ബോധ്യം ഉണ്ടാക്കുക. എന്നുള്ള ഗുണം എന്താ? റഷ്യ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞോളും. ഇപ്പൊ തന്നെ റഷ്യ പല നാറ്റോ രാജ്യങ്ങളിലും ഇപ്പോൾ പോളണ്ടിനെ ആക്രമിച്ചു, ബ്രിട്ടനെ തന്നെ പല ഈ വളരെ സമർത്ഥമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എസ്റ്റോണിയെ ആക്രമിച്ചു. ഈ ബാൾട്ടിക് രാജ്യങ്ങളിലൊക്കെ അവർക്ക് കണ്ണുണ്ട്. അതുകൊണ്ട് ആ റഷ്യയുടെ ഏറ്റവും വലിയ കടുത്ത ശത്രുവായ ഉക്രൈന് ഇത് കൊടുക്കുമ്പോൾ, ഉക്രൈന് കൊടുക്കാൻ വേണ്ടി ഉക്രൈന് കൊടുക്കാനുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ മുതലാളി കാര്യസ്ഥന്മാരെ ഏൽപ്പിക്കുമ്പോൾ, കാര്യസ്ഥന്മാരായ നാറ്റോ രാജ്യങ്ങളാണ്, നാറ്റോ രാജ്യങ്ങളെ ഏൽപ്പിക്കുമ്പോൾ റഷ്യ അവർക്ക് നേരെ തിരിഞ്ഞോളും എന്ന് പറഞ്ഞാൽ ഇയാൾ താല്പര്യം എന്നാലോചിച്ചു, തന്ത്രം എന്നാലോചിച്ചു. ഒരു യുദ്ധം അവസാനിപ്പിച്ച്, ഞാൻ ലോകത്തിലെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ട് നോബൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. 8 അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ആളാണ്. നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾ പറയുന്നത് ഒരു യുദ്ധം അവസാനിപ്പിച്ച് വന്നയാൾ, അവിടെ പോയി ഷറം ഷെയ്ഖിലെ ഡാൻസൊക്കെ കഴിഞ്ഞ് വന്ന ആളാണല്ലോ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ മിസൈല് ടോമോഹാക്ക് മിസൈൽ യുക്രൈന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ഉക്രൈന് കൊടുക്കുന്നു, നാറ്റോ രാജ്യങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുന്നു. എന്തിനാണ്? റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ. ആർക്കൊക്കെ പ്രയോഗിക്കാം? ഇത് ഉക്രൈൻ മാത്രമല്ല പ്രയോഗിക്കുക, നാറ്റോ രാജ്യങ്ങളെ കൊണ്ട് കൊടുപ്പിച്ചാൽ നാറ്റോ രാജ്യങ്ങളൊക്കെ ഇത് റഷ്യക്കെതിരായിട്ട് പ്രയോഗിക്കാം. ഈ രാജ്യങ്ങൾക്കൊക്കെ എതിരായിട്ട് റഷ്യ യുദ്ധം പ്രഖ്യാപിക്കും. അപ്പോൾ ഒരു വെടിക്ക് എത്ര യുദ്ധമായിരിക്കും ഉണ്ടാക്കുകയാണ്. അതാണ് ഇയാളുടെ തന്ത്രം. അപ്പോൾ അയാൾ പറയുന്നത്, എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നാറ്റോ രാജ്യങ്ങളായിരിക്കും ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായോ? കഴിഞ്ഞ ദിവസം നമ്മൾ നാറ്റോയും അമേരിക്കയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എന്താ കാര്യം? നാറ്റോ രാജ്യങ്ങളുടെ GDPയുടെ, ആ രാജ്യങ്ങൾ അതാത് രാജ്യത്തെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ 5% നാറ്റോക്ക് കൊടുക്കണം. നാറ്റോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലതൊട്ടപ്പൻ അമേരിക്കയാണ്. 5 ആക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഉച്ചകോടിയിൽ. അപ്പോൾ ആ പണം വാരിയെടുക്കാനാണ്. എന്താ കണക്കെഴുതി എടുക്കാലോ, ഞങ്ങൾക്കിതാ നിങ്ങൾ പണം കണക്കിലാണ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ ഈ നാറ്റോ രാജ്യങ്ങളെ പിഴിഞ്ഞെടുക്കണം. അതാണ് ഈ പ്രസ്താവന. അതിനാണ് ഈ മിസൈൽ കൊടുക്കുന്നത്. ഇനി മിസൈൽ കൊടുക്കുമ്പോൾ പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഞാൻ കുറച്ചേ കൊടുക്കുകയുള്ളൂ കേട്ടോ തൽക്കാലം. നാറ്റോ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് കൃത്യമായി വിഹിതം വാങ്ങിക്കോളാം, പക്ഷെ ആവശ്യത്തിന് തരുള്ളൂ, കുറച്ചേ തരുള്ളൂ. അതിനെന്താ കാരണം എന്നറിയോ? ഇത് തരാൻ എളുപ്പമല്ല. ഈ ടോമോഹോക്ക് മിസൈൽ കൊടുക്കണമെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പ്രത്യേക പരിശീലനം വേണം, 1. 2, അത് തൊടുത്തുവിടാൻ പ്രത്യേക സംവിധാനം വേണം, സപ്പോർട്ടിംഗ് സിസ്റ്റം വേണം. അതും കൊടുക്കണം അമേരിക്ക. അപ്പോൾ ആലോചിച്ചൊക്കെ ഒരു മിസൈൽ മാത്രമല്ല കൊടുക്കുന്നത്, പരിശീലനം നേടിയ ആളുകളെ കൊടുക്കണം, പട്ടാളക്കാരെ കൊടുക്കണം. 2, ഇതിന് സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുക്കണം, ഇത് തൊടുത്തുവിടാൻ ആവശ്യമായ സംവിധാനങ്ങൾ കൊടുക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. അതുകൊണ്ട് ഇങ്ങനെ പരിമിതമായ എണ്ണ കൊടുക്കാൻ പറ്റുള്ളൂ, പരിമിതമായ എണ്ണ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. വേറൊന്ന്, ഈ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ഇത്തരം മിസൈലുകൾ, ദീർഘദൂര മാരകമായ മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ആ നിയമം ലംഘിച്ചു എന്ന് പറയരുത്, നിങ്ങളും ലംഘിക്കരുത്. വളഞ്ഞാണ്, വളരെ വളഞ്ഞ. സെലൻസ്കി ഇത്തരം ഇടപെടലുകൾ, ഇത്തരം സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. സെലൻസ്കി ഇവർ തമ്മിൽ അറിയിപ്പിച്ചാണോ? ആണ്, തീർച്ചയായിട്ടും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്, സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, റഷ്യയോടാണ് ഞങ്ങൾ മുട്ടുന്നത്, റഷ്യയോട് മുട്ടാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ വേണം എന്ന് സെലൻസ്കി ഇവരോട് പ്രത്യേകമായിട്ട് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ പക്ഷേ റഷ്യ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് കളിച്ചോ, അപകടമാണേ, പൊള്ളുന്ന കളിയാണ്, തീക്കളിയാണ്, സൂക്ഷിച്ചോ എന്ന് റഷ്യയുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം വന്നിട്ടുണ്ട്. അവരുടെ പ്രതികാര നടപടിക്ക് വഴിതെളിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, കടുപ്പിക്കും അവർ യുദ്ധം. റഷ്യ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇനിയിപ്പോൾ എത്രയോ കാലമായിട്ട് അമേരിക്ക പാരമ്പര്യമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര മിസൈലാണ് ഈ ടീലാം അല്ലെങ്കിൽ ടോമോഹോക്ക്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ ഇനിയൊരു ഉക്രൈന് കൊടുത്തിട്ട്, ഉക്രൈനല്ല ഏത് യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിന് കൊടുത്താലും ഞങ്ങൾക്ക് നേരെ ഒരു ടോമോഹോക്ക് മിസൈൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് അത് പരമ്പരാഗത ടോമോഹോക്ക് അല്ല, അത് ആറ്റം ബോംബ് കൂടി ഘടിപ്പിച്ചതാണ്. അതാണോ അല്ലയോ എന്ന് വ്യക്തമാക്കണം. അങ്ങനെയാണെങ്കിൽ ആണവ നിരോധന കരാർ ഇവരൊക്കെ തമ്മിലുണ്ട്. ആണവായുധങ്ങൾ പരസ്പരം പ്രയോഗിക്കാൻ പാടില്ല എന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ട കാലം തൊട്ട് നിയമമുണ്ട്. അത് അമേരിക്ക ലംഘിക്കുന്നുണ്ടോ ഇല്ലേ? ഇപ്പോഴത്തെ ടോമോഹോക്കില് അണുശക്തി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമാക്കേണ്ട റഷ്യ അറിയണം. എന്താ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, റഷ്യക്ക് ഇതൊക്കെ കാണാനുള്ള കണ്ണുണ്ട്.
അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. സംവിധാനമുണ്ട്. അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അവർ കൃത്യമായിട്ട് എന്നാൽ നാറ്റോ ഇതിൽ പ്രതികരിക്കണം. നാറ്റോയുടെ പ്രതികരണം ഇനി നാറ്റോ പ്രതികരിക്കണം. അല്ലേ? നാറ്റോ ആണ് പറയേണ്ടത്. നാറ്റോ പറയുന്നതിന് തീർച്ചയായിട്ടും ലോകം കാത്തിരിക്കുന്നതിന് എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ റഷ്യയെ പ്രകോപിപ്പിക്കുന്ന മട്ടിൽ നാറ്റോ രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും പറയില്ല. നാറ്റോ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 32 രാജ്യങ്ങളാണ്, 30 യൂറോപ്യൻ രാജ്യങ്ങളാണ്. റഷ്യയുടെ പരിസരത്താണ് ഇവർ കഴിഞ്ഞുകൂടേണ്ടത്. അത്ര സുരക്ഷിതമല്ല എന്ന് നമുക്കറിയാം. അവർക്കൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ശേഷിയുമില്ല. ഈ അങ്കിളിനെ കണ്ടിട്ട് നിൽക്കാൻ പറ്റുമോ? അയാളുടെ നട്ടലിൽ ഒടിഞ്ഞിരിക്കുന്നു എന്ന് ഇവർക്കറിയാം. ഇപ്പോൾ സത്യത്തിൽ നാറ്റോയുടെ ചെലവിലാണ്. നാറ്റോയുടെ 30 രാജ്യങ്ങൾ യൂറോപ്പിലാണ്, 2 അമേരിക്കയും കാനഡയും മാത്രമേ ഇപ്പുറത്തുള്ളൂ. ഈ 2 രാജ്യങ്ങളുടെ ചെലവിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ചെലവിൽ അവർ ചെലവിൽ തരുന്നു വിചാരിക്കുന്നത് വെറുതെയാണ്. അമേരിക്കയെ തീറ്റിപ്പോറ്റാനുള്ള ചെലവ് കൊടുക്കുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ. അതുകൊണ്ട് ഇവരുടെ പ്രതികരണം എങ്ങനെ വരും എന്ന് പറയാൻ വയ്യ. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ വന്നോട്ടെ, ഈ ടോമോഹോക്ക് വരട്ടെ, ഞങ്ങളൊക്കെ റഷ്യക്കെതിരെ തൊടുത്തു വിട്ടോളാം എന്ന് പറയാവുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒറ്റ തന്ത്രമേ ഉണ്ടാവുള്ളൂ. എന്താ തന്ത്രം എന്ന് വെച്ചാൽ, അമേരിക്കയുടെ ഇതിൻ്റെ പിന്നിലുള്ള തന്ത്രം എന്ന് വെച്ചാൽ വളരെ പ്രശ്നമാണ്. ഒന്ന്, റഷ്യയുടെ ഭീഷണി. ഈ ഏത് രാജ്യത്തും ഏത് നേരത്തും റഷ്യ ഏത് യൂറോപ്യൻ യൂണിയനെയും കയറി ആക്രമിക്കാനുള്ള ശേഷി നേടിയിട്ടുണ്ട്. അവർക്കൊരു ചെറിയ മുന്നറിയിപ്പ് കൊടുക്കുക, ഇവരും എക്യൂപ്ഡ് ആണ് കേട്ടോ, ഇവർ നല്ല തിരിച്ചടി വന്നേക്കും, ആത്മവിശ്വാസം, മാരകമായ തിരിച്ചടി വന്നേക്കുമെന്ന് റഷ്യക്ക് ഒരു മുന്നറിയിപ്പ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഉക്രൈൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുക, അവർക്കൊരു കോൺഫിഡൻസ്. ഉക്രൈൻ ഏത് സമയത്തും ഇപ്പോൾ ഇതൊന്ന് നിർത്തിവെച്ചിട്ട് ഇതൊന്ന് സുക്കൂത്തായിട്ട് അവസാനിപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പോകരുത്. ഉക്രൈൻ്റെ കയ്യിൽ ആയുധം കൊടുത്താൽ അവർ കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നോളും. അപ്പോൾ അത്രയും കാലം ഇയാളുടെ കച്ചവടം നടന്നോളും. മൂന്നാമത്തെ കാര്യം, ഈ രണ്ട് കൂട്ടരെയും ഒരു പ്രതിസന്ധിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ സമാധാന ഉടമ്പടിയിലേക്ക് ഇയാൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നോബൽ വിറ്റ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിലേക്ക് 9 നമ്പർ 9 ഇതാ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു, ഉക്രൈൻ റഷ്യ യുദ്ധം ഞാൻ ഉറപ്പിച്ചു, അത് പറയാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കുക. ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള പരിപാടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ട്രംപ് പൊട്ടനാണെങ്കിലും അമേരിക്കൻ ബുദ്ധി ചെറുതല്ലല്ലോ. അദ്ദേഹത്തിന് റഷ്യ മോശമൊന്നുമല്ല, CIA ബുദ്ധി ഉണ്ടാവുമല്ലോ. റഷ്യ മോശമല്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ടത് നാറ്റോയിലെ 32 രാജ്യങ്ങൾ ചേർന്നുള്ള നാറ്റോ സഖ്യം ഈ വിഷയത്തിൽ എന്ത് പറയും. എന്തായാലും റഷ്യയിലെ കൊല്ലക്കുടിലേക്ക് സൂചി വെക്കാൻ ഇറങ്ങിയ അമേരിക്ക മിക്കവാറും വിവരറിയാനാണ് എല്ലാ സാധ്യതയുള്ളത്. കാത്തിരിക്കാൻ ദിവസങ്ങൾക്കും എനിക്കൊന്നും ഇന്ന് തന്നെ നാറ്റോയുടെ പ്രതികരണം വരാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കാം. റഷ്യക്ക് അറിയാം എന്താ വരാൻ പോണത് എന്ന്, അവരത് പറഞ്ഞിട്ടില്ല എന്ന്. വെയിറ്റ് ആൻഡ് സീ ആണ് അവരുടെ നിലപാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.